നമ്മുടെ GP എന്ന് പറയുന്നത് ഒന്നുകൂടെ പറ. അതൊക്കെ നീ മറന്നാളാ. ഇന്നത്തെ കാലത്ത് ഇതാണ് വേണ്ടത്. നിന്റെ ഫ്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു. നമ്മുടെ സ്വന്തം GP വരവായി, നമ്മുടെ സ്വന്തം GP സെൽഫി, യോ സെൽഫി. കാഷ്വൽ ആയിട്ടുള്ള നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഇവിടെ എല്ലാരും അറിയിക്കണം. അത്രയും വെള്ളിയാണ് അന്ന് വീണത്. മൂട് പോയി. നടന്നു കടന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ശരി, നമ്മൾ അതിന്റെ ഒരു ടെക്നിക്കൽ സീക്രട്ട് ബ്രേക്ക് ചെയ്യാം. പക്ഷെ നീയാണ് ഏറ്റവും ബോറായിട്ട് പാടിയത്. എല്ലാവരും കൈയടിച്ച്. പേളി മാനി കാരണമാണ് ഞാനൊരു നല്ല അവതാരകനായത്. കഥ പറയാൻ ഇഷ്ടമുള്ള GP ദാ നിങ്ങൾക്കുമായിട്ട് അടുത്ത കഥ. ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലൈഫ്. ഒരു ഹോംവർക്കും ചെയ്യാതെ ഒരു ഷോയും ചെയ്തിട്ട് എന്ത് പേളി മാനി ഷോടാ. നമുക്ക് പാടിയാലോ? ഇതിന് കുറച്ച് യോയോ ആക്കാം. 1 2 3 4. നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം GP അഭിനയിക്കുന്ന മനു രാജ്യം. ഒരു മിനിറ്റ്, ഇവനാണ് ഹീറോ. എനിക്ക് പേടിയാവുന്നു ഈ എപ്പിസോഡ്. ഹലോ എവരിബഡി, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് പേർലി മാണി ഷോ. ഇന്നത്തെ എപ്പിസോഡ് സത്യം പറയാൻ നിങ്ങൾ എൻ്റെ പേർലി മാണി ഷോ തുടങ്ങി അന്ന് തൊട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന ഒരു പേരിനെയാണ് ഞാൻ ഇന്ന് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ ഗോവിന്ദ് പത്മസൂര്യ, അവർ വെരി ഓൺ GP. എൻ്റെ ഡി ഫോർ ഡാൻസ് എന്ന് പറയുന്ന ഷോയിലൂടെ എൻ്റെ ഫസ്റ്റ് ഒരു ആങ്കറിങ് വലിയ സ്റ്റേജിൽ ജേർണി തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഇന്നും ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഒരു ഭയങ്കര ഒരു ആക്ടറാണ്, ഒരു ആങ്കറാണ്. ആൻഡ് നൗ ഹീസ് എ മാരിഡ് മാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ലൈഫ്. ആൻഡ് ഇറ്റ്സ് എ വെരി ബിഗ് ഗ്യാപ്പ് ഓഫ് ഓൾമോസ്റ്റ് 10 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്, നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം GP ഓൺ ടു അവർ ഷോ. Govind Padmasurya, someone who is not just an anchor and an actor, but also is a very, very close friend of mine. You might remember him for his outstanding performance in a negative role opposite Allu Arjun in the movie Ala Vaikunthapuramalu, a role that truly showcased his talent and was widely recognized. He is also known for his incredible sense of humor, always bringing laughter wherever he goes. His next movie, Mano Rajyam, is all set to release this month. Let's give a warm welcome to Govind Padmasurya on to Pearly Mani Show. Pearly Mani Show. പേളി, അതൊക്കെ നീ മറന്നുകളാ. ഇത് നിർത്തണം. ഞാൻ ആദ്യമായിട്ട് മൂക്കുത്തിയൊക്കെ വെച്ചിട്ടേ. മൂക്കുത്തി മാത്രം ഇതെന്താ അമ്പമില്ലോ? ഹെയർ കെട്ടി വെക്കണം. വേണ്ട, നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡിലൊരു ആലോചിക്കാം. വെൽക്കം ടു പേർലി മാനി ഷോ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് സുന്ദരനും സുമുഖനുമായ GP. നീ നല്ല ഇന്റർ പ്ലാൻ ചെയ്തിരുന്നോ? അപ്പൊ നീ ആയതുകൊണ്ട് ഞാൻ ഇത് ഇന്റർ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അതായത് തേങ്ങാക്കൊല മാങ്ങാത്തുള്ളിയിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചത്. നന്നായി, അതുകൊണ്ടാണ് ഞാൻ വേഗം വെച്ചത്. അപ്പൊ ഈ സാധനം ആരും ഇടരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ നമുക്ക് തുടങ്ങിയാൽ മതി. നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം GP സെൽഫി, യോ സെൽഫി. ഹിസ് ദ കിങ് ഓഫ് സെൽഫി. സെൽഫി ഫേസ്ബുക്ക്, അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു. ഫേസ്ബുക്ക് പേജ് നിറയെ സെൽഫി. ഇൻസ്റ്റാഗ്രാം നിറയെ സെൽഫി സെൽഫി. ഈ ലിറിക്സ് ഒക്കെ എഴുതിയത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം ഒന്നും ഇല്ല. അന്നൊക്കെ ട്രോളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ട്രോള് അന്ന് മുതലേ ഞങ്ങൾ തമ്മിൽ ഒരു ഗംഭീര സിംഗ് ആയിരുന്നു അല്ലേ? ഇതന്നെ കണ്ടില്ലേ, ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരാള് ട്രഡീഷണലും മറ്റാള് യോയോയായി വന്നത്. ഞാൻ അവനോട് പറഞ്ഞു, എടാ ടീഷർട്ട് ഒന്നും ഇട്ടിട്ട് വരരുത്, ഇച്ചിരി ഫോം. എടാ പക്ഷെ നമ്മൾ ഓവർ ആക്കണ്ട, കാഷ്വൽ ആക്കണമെന്ന്. ഇത് എന്തോന്നടേ? ആക്ച്വലി ഞാൻ അമ്പാനിയുടെ മോളുടെ കല്യാണത്തിന് പോകുന്ന എന്നെ വിളിച്ചില്ലടാ. നിന്നെ വിളിച്ചവര്. എന്നെ വിളിച്ചില്ല, പക്ഷെ നിന്നെ വിളിച്ചില്ല എന്നുള്ള എനിക്ക് സന്തോഷമുള്ള കാര്യം. അപ്പൊ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇൻട്രോ എടുക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പൊ ഇന്നത്തെ വെൽക്കം ടു പേർലി മാണി. ഇന്നത്തെ വെൽക്കം ടു പേർലി മാണി ഷോയോ. എടാ നീ കുറെ മെച്ചപ്പെട്ട. എടാ ഞാൻ കഴിഞ്ഞ ഏതോ ഒരാളെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ പേളി ഭയങ്കര മെച്ചുവേർഡായി. ഇപ്പൊ ഷീസ് ഹാൻഡിലിംഗ് ഫ്ലോർ. എടാ നീ ഇത് 10 കൊല്ലം മുമ്പത്തെ വൈബിലേക്ക് നീ തിരിച്ചു വാ. ഇപ്പൊ ഞാൻ GP ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കിളി പോവും.
അവനിപ്പോ എല്ലാ ഇറ്റ്സ് ലൈക്ക് ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റില് പണിയെടുക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, പണിയെടുക്കാണ്ട് മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. ഞാൻ ആ പണിയെടുക്കാത്ത കുട്ടിയായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിൽ കോളേജുകളിലൊക്കെ പോയി ഇൻട്രോ കൊടുക്കട്ടെ ആദ്യം. ഇൻട്രോ 20 മിനിറ്റ് കഴിഞ്ഞാണ് ഇൻട്രോ കൊടുക്കുന്നത്. എന്റെ ഇന്റഗ്രേഷൻ ഇന്ന് സ്പോൺസർ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ് ഞാൻ വരേണ്ടത് പറഞ്ഞപ്പോ സ്പോൺസർ ഇല്ല? അത് കുറെ നാളായിട്ടില്ല. നിനക്ക് സ്പോൺസർ ചെയ്തു. അല്ല വേണ്ട നമ്മൾ പറഞ്ഞു വന്നത് എന്തോ പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു വന്നു ഇൻട്രോ. പിന്നെ നീ ശരിക്കും ഇൻട്രോ പ്ലാൻ ചെയ്തിരുന്ന? ഇല്ല. നമ്മുടെ GP എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭയങ്കര GP ആണ് അവൻ. കണ്ണിലെ കൃഷ്ണമണിയെ പോലെ അവന്റെ ഭാര്യയ്ക്ക് മാത്രം തോന്നുമെങ്കിലും ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു കണ്ണിലെ ചെറിയൊരു കരട് പോലെ. അങ്ങനെയുണ്ട്. ഒരു ഗുണമില്ല. ഞാൻ നിൽക്കട്ടെ, ഞാൻ ഇത് പറയട്ടെ. ഇൻട്രോ ലാസ്റ്റ്. ഇൻട്രോ ഇല്ല. അപ്പൊ ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, GP ചേട്ടാ എങ്ങനെയാണ് GP ചേട്ടൻ ഇങ്ങനെ അവതരണം എന്നുള്ള കല പഠിച്ചത്, സംഭവങ്ങളൊക്കെ. അപ്പൊ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര കോംപ്ലിമെന്റ്സ് നിനക്ക് തരുന്നത്. നീ ഇതുവല്ലം കേൾക്കാറുണ്ടോ? ഞാൻ ഇൻഫാക്ട് കോളേജസിലൊക്കെ ആയതുകൊണ്ട് ഇതിന് ടെലികാസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരെ അറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കിട്ടിയ 2 സ്റ്റേറ്റ് അവാർഡ് അവതരണത്തിന് കിട്ടിയത് അത് പേളി മാനിയിലാണ്. നിനക്ക് 2 അവാർഡ് കിട്ടിയോ? അത് നീ അറിഞ്ഞില്ലേ? അറിയും. പിന്നെ നീ ഇങ്ങനെ ചോദിക്കുന്നത് ഇതാണ് നിന്റെ പ്രശ്നം. നിനക്ക് ഒബ്സർവേഷൻ കുറവാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ഇതുവരെ സ്റ്റേറ്റ് പോയിട്ട് ഒരു ഡിസ്ട്രിക്ട് അവാർഡ് പോലും കിട്ടിയില്ല. അത് നിനക്ക് കിട്ടും. എന്ന് കിട്ടുന്നു അന്ന് ഞാൻ എനിക്ക് കിട്ടിയെന്നുള്ള പറയുന്നത് നിർത്തും. എനിക്ക് എന്താണ് അവാർഡ് കിട്ടാത്ത? ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ പോയി. എന്താ പോയിന്റ്? നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഇവിടെ എല്ലാരും അറിയിക്കണം. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേ. അതായിരുന്നില്ല പോയിന്റ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള കൂടെ ഇരുന്ന് നിങ്ങൾ അടുത്ത് നിന്ന് പെണ്ണിനെ കൊടുത്ത ആൾക്കാർ കണ്ടില്ലേ? അതായിരുന്നു ഞാൻ. അതല്ല D4 ഡാൻസ് അല്ല സ്റ്റേറ്റ് അവാർഡ്. പിന്നെ നീ ഏത് ഷോനെ കിട്ടിയേ? എടാ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഷോ ചെയ്തില്ലേ. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. അത് പോയി. നീ ഇൻട്രോ പറ. മൂട് പോയി. ഇല്ല നീ പറ. നീ ഇൻട്രോ. ഇതിലെന്തോ എനിക്ക് ഗുണമുള്ളതാ. അതാ ഞാൻ പറഞ്ഞത്. അതാണ്. എന്തായിരുന്നു? അപ്പൊ എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ് അവാർഡ് ഒക്കെ എങ്ങനെയാണ് ചേട്ടന് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു പൈസ കൊടുത്തിട്ടാണ്. നമ്മൾ ആ ടോപ്പിക് വേണ്ടത് കിട്ടുന്നത് ചോദിച്ചപ്പോ ആൻസർ അല്ല. ഇനി അത് പറഞ്ഞു കേൾക്കൂല. അതിന്റെ പഞ്ച് പോയി. നീ ഇൻട്രോ പറ. ഇല്ല ഇൻട്രോ നേരത്തെ ഞാൻ പറഞ്ഞു. അതൊന്നും ഇൻട്രോ ആണെന്നും പറയാം. ഹലോ ഗൈസ്, വെൽക്കം ടു പേളി മാണീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പേളി മാണി ഷോയിൽ വന്നിരിക്കുന്നത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു GPനെ ഈ എപ്പിസോഡിൽ കൊണ്ടുവരാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് പരിചയമുള്ളതുകൊണ്ട് എൻ്റെ ഗ്രോത്തും എൻ്റെ ഫെയിലിയേഴ്സും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഈ GP എന്ന് പറയുന്ന വ്യക്തി. കുറേ എത്ര എപ്പിസോഡാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്? 200-ൽ കൂടുതൽ എപ്പിസോഡ്സ്. അതായത് എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ഗ്രോൺ ടു സച്ച് എ ലോങ് സോ മെനി ഇയേഴ്സ് കഴിയുമ്പം ഇപ്പം എൻ്റെ വാവകളുടെയും കൈ പിടിച്ചുകൊണ്ടാണ് ലാസ്റ്റ് GP വീട്ടിൽ വന്നപ്പോൾ ഇരുന്നത്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ദിസ് ഫ്രണ്ട്ഷിപ്പ് ഹാസ് സീൻ so many faces of each other എന്ന് പറയുന്നത്. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. And he's an amazing actor. തെലുങ്കിലും പിന്നെ തമിഴിലും മലയാളത്തിലും. ഇപ്പൊ മലയാളത്തിൽ തന്നെ മനോരാജ്യം അല്ലേ? മനോരാജ്യം എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ മൂവി മെൽബേണിലെ ഫെസ്റ്റിവലിൽ ഉള്ളൊഴുക്കിനൊപ്പം ആ ഒരു ഫെസ്റ്റിവലിൽ നോമിനേറ്റ് ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു മൂവിയുടെ പ്രൊമോഷൻ ആയിട്ട് തന്നെ GP എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ നിന്റെ അടുത്ത് വരാം, വെറുതെ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല നിന്റെ ഇന്റർവ്യൂ. ബിക്കോസ് അത്ര റീച്ചുള്ള ഇന്റർവ്യൂ അതുകൊണ്ടാ എനിക്ക് സിനിമയൊക്കെ വരുമ്പോ മനോരാജ്യം പ്രൊമോഷൻ ആണോ മനോരാജ്യത്തിനെ കുറിച്ച് നമുക്ക് വരാം, പതുക്കെ വരാം. പക്ഷെ മെയിൻ ആയിട്ട് ഐ വാണ്ട് വെൽക്കം യു ടു ദിസ് ഷോ. ഇത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാ. ഇതെന്താന്നറിയോ? ഇതൊരു പുതിയ മോതിരാടാ. ഇത് പുതിയ മോതിരം. പീസ് എന്ന് പറഞ്ഞ അമ്പവില്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് മറ്റേ ആ കോളേജിൽ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, GP ചേട്ടൻ എങ്ങനെയാണ് ഇത്ര നല്ലൊരു അവതാരകനായത്? GP ചേട്ടൻ എങ്ങനെയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, പേളി മാനി കാരണമാണ് ഞാനൊരു നല്ല അവതാരകനായത്. വൈ? ബിക്കോസ് പേളിക്ക് ഇൻട്രോ പറയാറില്ല, പേളിക്ക് കൺക്ലൂഷൻ പറയാറില്ല, പേളി സ്പോൺസേഴ്സിന്റെ പേര് അന്ന് പറയൂല.
ഒരു പണിയില്ലാതെ നടന്നിരുന്ന എനിക്ക് ലോകത്തിൽ എല്ലാ പണിയും വന്നു കയറിയത് ഇവള് കയറിയപ്പോഴാണ്. അത്രയും കാലം ഞാൻ ആ ഫ്ലോറിൽ സുഹിച്ച് നടന്നിരുന്ന എന്റെ പാർട്ട് അവൾ എടുത്തിട്ട് അന്ന് വരെ ജുവലായിരുന്നു ചെയ്തോണ്ട് അപ്പോഴാണ് പഠിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും ഇങ്ങനത്തെ മനുഷ്യന്ന്, എന്റെക്കാൾ ഒരു തല്ലിപ്പൊളി ഉണ്ടെന്ന് മനസ്സിലായി നീ കയറി വന്നപ്പോഴാണ്. പക്ഷെ ഐ ഫീൽ ഇന്നത്തെ കാലത്ത് ഇതാണ് വേണ്ടത്. ഏതാണ് വേണ്ടത്? കാഷ്വൽ ആയിട്ടുള്ള ഇത് സംഭവം നമ്മുടെ പരിപാടിയാണെങ്കിലും ഞാൻ കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ പറയാൻ കിട്ടിയ ഒരു അവസരമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു D4 സമയത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് വേണ്ട റീച്ച് കിട്ടിയില്ല. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് എവിടെയെങ്കിലും പറയണമെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേർലി മാനി D4 ഡാൻസ് സീസൺ 2 കയറി വന്ന സമയം, ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു അവതാരികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സമയമാണ്. കാരണം ജ്വല്ലിനെ പോലെ ഗംഭീരമായിട്ടുള്ള ഒരു ആങ്കർ മാറുകയാണ്. അതും ഇടയിൽ വെച്ച് മാറി ഇനി പേളിയെ എന്നേക്കുമായിട്ട് ആങ്കർ ആക്കണം. അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് പോലും അറിഞ്ഞൂടാ. പേളിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടെൻഷൻ. പേളി വെരി കൂൾ, ഭയങ്കര കൂൾ. യമുന എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, എടാ ഇത് വർക്കാവോ? നമ്മുടെ ഷോന്റെ ഡയറക്ടറാണ്. അപ്പൊ യമുന വിളിച്ചിട്ട് GP ഇത് വർക്കാവോ, ഇവൾക്ക് എന്താടാ ഒരു ടെൻഷനും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് വരികയാണ്. അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക? ഞങ്ങൾ നെഞ്ചെടുപ്പോടാണ്. കാരണം ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ പ്രോഗ്രാം ഇത് എന്താവും? അപ്പോൾ പേളി വിളിച്ചിട്ട് പേളി വളരെ കൂളായിട്ട് യമുനെ വിളിച്ചിട്ട് ഞാൻ കൊടൈക്കനാൽ കറങ്ങാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് യമുന വെച്ചിട്ട് എടാ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? നമ്മളൊക്കെ ഇവിടെ തീ തിന്നുകൊണ്ടിരിക്കുക, ഈ എപ്പിസോഡിൻ്റെ TRP വരാതെ എനിക്ക് ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ സിറ്റുവേഷൻ അവിടെ നിന്ന് കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു, കാരണം ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇവളെങ്ങനെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്ര കൂളായിട്ടിരുന്നത് എന്ന് ഒരു ദിവസം ഞാനിങ്ങനെ തന്ത്രപരമായി ചോദിച്ചപ്പോൾ പേളി പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഇത് ലോകം അറിയേണ്ട ഒരു ആൻസറാണ്. പേളി പറഞ്ഞു, എടാ സത്യം പറഞ്ഞാൽ ഞാൻ കൊടൈക്കനാലായിരുന്നില്ലടാ, ഞാൻ പഴനിയിലായിരുന്നു. ഞാൻ അവിടെ പാവപ്പെട്ടവർക്ക് പായസം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പേളിയുടെ 2 ആംഗിളുകളാണ്. ഒരു കൊടൈക്കനാലിൽ ബൈക്ക് ഓടിച്ച് നടക്കുന്ന പേളി എന്നുള്ളൊരു ഇമേജും അപ്പുറത്ത് നാമജപത്തോടു കൂടി ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറയുന്നത്. ഇതാണ് പേളി മാനി. ഇത് ശരിക്കും ആൾക്കാർ അറിയേണ്ട പേളിമാന. ഇത് ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത്. ഇത് ശരിക്കും ഞാൻ പറയുന്നത് എനിക്കൊന്ന് കുറെ ഷെഡ്യൂൾ 6 മാസം 7 മാസം ഇവളെന്നെ ട്രസ്റ്റ് ചെയ്ത ശേഷം അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ശ്രീനിക്ക് പിന്നെ പറഞ്ഞു കേട്ടോ, എത്ര പരിപാടികൾ പറഞ്ഞു. നീ ശ്രീനിയടുത്ത് പറഞ്ഞു ഇത് ശ്രീനിയോട് പറഞ്ഞിട്ടുണ്ട്. വേറെ കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയാവുന്ന ഈ എപ്പിസോഡ്. പേളി മാനിയെ വളരെ പേടിയോടുകൂടി പേളി മാനിയുടെ ഷോയിൽ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു മുഹൂർത്തമായതുകൊണ്ട് തന്നെ മക്കളെ ഈ ഫുള്ളിരുന്ന് വാച്ച് ചെയ്യണം. ഓക്കെ GP, നമുക്ക് മനോരാജ്യത്തിലേക്ക് വരാം. ചൂടായിട്ടിരിക്കുക. ഓക്കെ എടാ, നീ D4 ഡാൻസിന് ശേഷം യു ജസ്റ്റ് സ്റ്റാർട്ടഡ് ആക്ടിങ്. ഭയങ്കരമായിട്ടൊരു ആക്ടറായി മാറി. ഞാൻ മിക്ക GPയുടെ സിനിമകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. ടിക്കറ്റ് എന്നിട്ട് അയക്കും, എന്നിട്ട് അവിടെ നിന്ന് സ്റ്റോറി ഇടും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ, അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് ഞാൻ. അപ്പം ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഡീപ് ഡൗൺ യു ഓൾവേസ് വാണ്ട് ടു ബി ആൻ ആക്ടർ. Right? Anchoring you do. See, some people can sing, dance, but അതിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്ക് ഇന്ന സാധനമാണ്. അതേപോലെ ഐ ഫീൽ GPക്ക് എന്നും ആക്ടിങ്ങിനോട് ഭയങ്കര ഒരു കമ്പം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, യു വോണ്ടഡ് ടു ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ അറ്റ് ഇറ്റ്. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിരുന്നു അല വൈകുണ്ഠപുരമിലു. കറക്റ്റ് അല്ലേ? നീ അത് പറഞ്ഞിട്ട് പോയാ മതി. 100 തവണ അല്ലേ? അല ഞാൻ അവിടെ വെച്ച് വേറെന്തോ ആണ് പറഞ്ഞത്. അപ്പം ഈ സിനിമയിൽ വരുമ്പോൾ ഒരു നെഗറ്റീവ് റോളിൽ കാണുന്നു. ആൻഡ് ദാറ്റ് ടു വിത്ത് അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ആക്ടറിന്റെ എഗൻസ്റ്റ് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. So how was your journey from an anchor to an actor? എന്റെ പേടിക്ക് വയ്യ. പറയടാ. എടാ ബേസിക്കലി അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആസ് ആൻ ആക്ടർ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് ആണ്, കഥ പറയാനാണ് എപ്പോഴും ഇഷ്ടം. നമുക്ക് D4 D3 ആണ് ഏറ്റവും ഈസിയസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്ന പരിപാടി. നീ എന്നെ ഒരു 10 തവണ വിളിച്ചിട്ട് എടാ വാടാ എന്ന് പറഞ്ഞിട്ടും ഞാൻ വരാതിരുന്നെന്ന് വെച്ചാൽ എടാ അത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മുടെ ആസ്പിറേഷൻസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നിനക്ക് മറ്റേ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം, ഉദ്ധരിക്കണം, മറ്റേ പോസിറ്റിവിറ്റി പരിപാടിയായിരുന്നു. എനിക്കത് മാത്രമായിരുന്നില്ല പരിപാടി, കുറച്ചൊക്കെ എനിക്ക് ഉദ്ധരിക്കണമായിരുന്നു. സോ ബേസിക്കലി ഞാൻ D4 ഡാൻസിൽ വരുമ്പോൾ തന്നെ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ആക്ടർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റി അവിടേക്ക് വന്നതാണ്. എങ്ങനെയോ വന്നതാണ്. പക്ഷെ അതെന്റെ ജീവിതം മാറ്റിമറിച്ചു. ബട്ട്
നീഡ് ടു ഡു തിങ്സ് ദാറ്റ് ചാലഞ്ച് മീ എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് ഞാൻ വഴി മാറി നടന്നതും തമിഴും തെലുങ്കും പരിപാടികളൊക്കെ ചെയ്തതും. ഇപ്പോഴും ഞാനൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ സിനിമ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് സിനിമയുമായിട്ട് തിരിച്ചു വരുന്നത് എന്താ വെച്ചാൽ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഓൾ ടുഗദർ യു ആർ എ ഗ്രേറ്റ് ആക്ടർ. തനിക്കറിയാം നിന്റെ അത് ആ ഒരു ചില ഫീലിൽ അറിയാം. നമ്മൾ ചില സമയത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ചില എലമെന്റിൽ ഒരു കാര്യമാണത്. അവതരണം നമ്മൾ ചെയ്തല്ലോ, അത് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. സ്റ്റേജ് ഹോസ്റ്റിംഗും നമ്മൾ പ്രൂവ് ചെയ്തു. ആ ഏരിയ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ മുമ്പിലുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് മൈസെൽഫ് ആസ് എൻ ആക്ടർ. അതൊരു ചാലഞ്ച് ആണ്. Do you think being an anchor has actually created a problem for you in breaking അതൊരു ഭയങ്കര ബ്രാൻഡായി? Because ഇപ്പം GP എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ D4 ഡാൻസ് അല്ലെങ്കിൽ ഒരു സംഭവം എന്താ അറിയോ, നമുക്ക് ശരിക്കും D4ന്റെ മേലെ ഇപ്പൊ നീ പിന്നെയും ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രീനി സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ലൈക്ക് ആ ഒരു സ്പേസ്, ഞാൻ D4ന്റെ മേലെ ഒരു സാധനം അത് പറഞ്ഞപ്പോഴാ എന്റെ ബിഗ് ബോസിൽ ഞാൻ പോകുമ്പോ ഞാൻ ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ GPയുടെ പേര് കാണുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ വിളിച്ചു ചോദിച്ചത് എന്താന്നുള്ളത് ഞാൻ പറയാം. ബിക്കോസ് ആ എഗ്രിമെന്റിൽ നമ്മൾ ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. അപ്പൊ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്നു എന്ന് പറയാനും പാടില്ല, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവനും പറയത്തില്ല. ബിക്കോസ് അവനും എഗ്രിമെന്റ് ഇട്ടിട്ടുണ്ട്. അവൾ എന്നെ വിളിച്ചു ചോദിച്ചു, എടാ GP ഈ വരുന്ന ഡേറ്റ് എനിക്ക് എക്സാക്ട്ലി തുടങ്ങുന്നത് തൊട്ട് കുറച്ച് മുമ്പായിട്ട് GP ഈ വരുന്ന ജൂൺ 22 നീ എവിടെയായിരിക്കും? പൊതുവെ എൻ്റെ അടുത്ത് ഒരാൾ എവിടെയാണ് നീ ഉണ്ടാവുന്നത് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പോലും ഞാൻ എവിടെയാണെന്ന് പറയാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു രാജ്യത്ത് പോയി തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ആ രാജ്യത്തിൻ്റെ ഫോട്ടോസ് ഇടുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അടുത്ത് ഈ വരുന്ന ജൂൺ 22 നീ എവിടെ ഉണ്ടാവും? ഞാൻ കൊടുത്ത ഉത്തരം നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗ് ബോസിലായിരിക്കുന്നു, മനസ്സിലായോ? പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. നീ നിന്റെ അവന്റെ വീട്ടിലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനും ഞെട്ടി. നീ ബിഗ് ബോസിൽ പോകാൻ പേടിക്കണത് നിന്റെ തനി സ്വഭാവം പുറത്തു വരുന്നു വിചാരിച്ചിട്ടാണ്. എന്താണ് എനിക്ക് പേടി? ബിഗ് ബോസിൽ പോകാൻ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്റെ ബിഗ് ബോസിന്റെ കുറച്ച് എപ്പിസോഡ് കണ്ടോടുകൂടി ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല. നിന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാ സീസണിലും അവർ അപ്രോച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ എന്താണെന്ന് പറയുക, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സീസൺ D4 ആൻഡ് സീസൺ 3, 4 ഒക്കെ ചെയ്യായിരുന്നു. എനിക്ക് ആ ഏരിയ മാറ്റി പിടിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആക്ടിംഗിലേക്ക് കയറണം, അതായിരുന്നു എന്റെ ഉദ്ദേശം. അതൊക്കെ ചെയ്തോണ്ടാ തെലുങ്കിൽ 4-5 പടം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചിലപ്പോ വീണ്ടും ഞാൻ ഈ സ്പേസിൽ റെസ്ട്രിക്റ്റഡ് ആയി പോയത്. എനിക്കത് ബ്രേക്ക് ഫ്രീ ചെയ്യാൻ പറ്റിയത് വലിയ ചലഞ്ച് തന്നെയായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസ് പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും പിടികൊടുക്കാതെ പോയതുകൊണ്ടാണ് തമിഴ് പടവും വൈകുണ്ഠപുരം ഒക്കെ ചെയ്യാൻ പറ്റിയത്, ബംഗാരാജും ഒക്കെ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഇനി അടുത്ത ഇത് തെലുങ്ക് പടമല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, അതിനെ കുറിച്ചൊന്നും അതിവിടെ പറഞ്ഞു, അതും പ്രൊമോട്ട് ചെയ്യാം. അടുത്തത് റിലീസ് ആവാനുള്ളത് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തു. ചെറിയ ഗ്യാപ്പിലൊക്കെ ഓരോന്ന് വെബ് സീരീസാ. എടാ നീ എന്താ എന്നെ വിളിക്കാത്തെ? വെബ് സീരീസിനോ? വല്ല റോളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചൂടെ? അങ്ങനെ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ നീ വെറുതെ ഇരിക്കണമെങ്കിൽ വെബ് സീരീസ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. വെറുതെ വിളിക്കണം, അതാണ് റിയൽ വണ്ടർല പോലൊരു സ്ഥലം രണ്ടുപേർ കൂടെ ഒപ്പം പോയി ചെയ്തു വരാം. ശരി, അങ്ങനെയാ. എങ്ങനെ നീ എന്തേ കുടിച്ചോണ്ടിരിക്കുന്നത്? നീ ചായ കുടി ഇതുവരെ നിർത്തിയില്ലേ? ഞാൻ D4 ഡാൻസ് തൊട്ട് തുടങ്ങിയതായത്. D4 ഡാൻസ് തൊട്ട് തുടങ്ങിയത്. ചായനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. കഥ പറയാൻ ഇഷ്ടമുള്ള GP നിങ്ങൾക്കുമായിട്ട് അടുത്ത കഥ. മസ്കറ്റില് ഞങ്ങള് തുപ്പരുത്, തമാശ കളിക്കരുത്. ആകെ ഈ ഡ്രസ് എൻ്റെ ഇപ്പം ഇന്ന് എടുത്തുള്ളൂ, ഞാൻ വേറെ എനിക്ക് വേറെ ഫൈൻ കഴിഞ്ഞില്ലേ? വീണ്ടും നമ്മൾ മസ്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പൊ മസ്കറ്റില് നമ്മളിങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മളിങ്ങനെ ഈ ക്യാമറ ഓഫ് ചെയ്തേര്, എന്നെ കാണിക്കണ്ടല്ലോ, നീ അല്ലേ മിണ്ടാൻ പോണ. അതെന്തെങ്കിലും നിങ്ങൾ ചെയ്തു, അത് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കഥ പറയാൻ സമ്മതിക്കില്ലല്ലോ ഈശ്വര. ഇത് എന്ത് പറഞ്ഞു തുടങ്ങിയാലും നീ എന്തെങ്കിലും. മസ്കറ്റിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഷോന് കയറുന്നത്. അപ്പൊ അതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. നിനക്ക് ടെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ, കാരണം ടെൻഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബേസിക് ബുദ്ധി വേണം. അപ്പൊ അതുപോലും ഇല്ലാത്ത ഒരാളുടെ കൂടെയാണ് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകി പോയല്ലോ എന്നുള്ള പേടിയിൽ ടെൻഷനിൽ നിൽക്കുക. കൂടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ടെൻഷനിൽ നിൽക്കുകയാണ്. ആൾക്കാർ വന്നിരുന്ന് ഏകദേശം 1 മണിക്കൂർ അവരെ പോസ്റ്റാക്കി. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഞങ്ങൾ കയറാത്തത്. ഞങ്ങളുടെ പ്രശ്നമില്ല, ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. അവര് ആക്ടേഴ്സ് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഞങ്ങൾ കയറിയില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അവതാരകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നവരാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കാല് വെക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ബാക്കിയുള്ളവരുടെ ആണെങ്കിലും ചീത്തവിളി കേൾക്കാൻ പോകുന്നത് ഞങ്ങളാണ്. അപ്പൊ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യും. അപ്പൊ മസ്കറ്റിൽ അപ്പൊ ടൈം ഡിഫറൻസ് എന്തുകൊണ്ട് നമ്മുടെ നാടുമായിട്ട്
നാട്ടിലെ ഈ കഥ ഞാൻ മറന്നു നീ മറക്കും, നീ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നാടുമായിട്ട് ഏകദേശം 1.5 മണിക്കൂർ അങ്ങനെ എത്രയോ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പരിപാടി ഞാൻ പെട്ടെന്ന് തൽക്കാലം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോഴും ഇന്നലെയാണ് നാട്ടിൽ നിന്ന് വന്നത്, അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും നാട്ടിലത്തെ ടൈമിലാണ്, അതുകൊണ്ടാണ് 1 മണിക്കൂർ ഞങ്ങൾ വൈകി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവതാരകന്റെ കൗശലം ഞാനിങ്ങനെ എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട്, അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ചിരിച്ചു. പിന്നെ ഞങ്ങളോടുള്ള ചെറിയൊരു സ്നേഹം കൊണ്ട് അവർ ഞങ്ങളെ ചീത്ത പറയാതെ ഇങ്ങനെ മുന്നോട്ട് അവരൊന്നും മിണ്ടുന്നൊന്നുമില്ല, എല്ലാവരും ചിരിച്ച് കാഷ്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാഡം ആകെ ടെൻഷനിൽ കയറിയതാണല്ലോ, കിളി പോയി നിൽക്കുകയാണല്ലോ. അപ്പം ഞാൻ സ്റ്റേജ് തിരിച്ച് കിട്ടി, ഓഡിയൻസ് ഒക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി പേളി എന്തെങ്കിലും പറയട്ടെ ചോദിച്ചാൽ പേളി നോക്കുമ്പോൾ പേളി ആദ്യമായിട്ട് പറയണത്, എടാ എനിക്ക് ചായ വേണം. മസ്കറ്റിലെ ഫുൾ ഗ്രൗണ്ടിൽ ആൾക്കാർ ഇങ്ങനെ ഒരു 2 മിനിറ്റ് സൈലൻസ് ആയിരുന്നു, പിന്നെ കയ്യടിയായിരുന്നു. അങ്ങനെയാണ് അവൾ ആൾക്കാരെ കയ്യിലെടുത്ത്. അതെന്താന്നറിയോ, എനിക്ക് അപ്പൊ ഒരു ചായ വേണമായിരുന്നു, കൊറേ നേരം ഞാൻ ചോദിക്കുക. അതേടാ, ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നാട്ടുകാരോടാണല്ലോ ചോദിക്കേണ്ട ഒരു ചായ വേണമെന്ന്. അവരാണ് ഓർഗനൈസേഴ്സ്, നമ്മളല്ലേ അല്ല, നമ്മളല്ലേ മസ്കറ്റിൽ ഗസ്റ്റ് ആയിട്ട് പോയത്. അപ്പൊ അവര് നമ്മുടെ അതിഥി ദേവോ. അതെ, ആ ഇരിക്കുന്ന 10,000 ആൾക്കാർ നിനക്ക് ചായയും കൊണ്ട്. ഞാൻ ആക്ച്വലി എന്താ പറ്റിയെന്നറിയോ, എന്റെ മൈക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏത് സ്റ്റേജിൽ കയറിയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് പോയി നിൽക്കുമ്പോൾ ഞാൻ ചായ വേണം അങ്ങനെ, അപ്പൊ എല്ലാരും കേട്ടു, അവര് ചിരിച്ചല്ലോ. തിരിച്ച് അവിടെ അവളുടെ അന്നത്തെ ഇവളുടെ പോപ്പുലാരിറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെ ഒരു 100 പേര് ചായ ആയിട്ട് വരുന്നു. അതായിരുന്നു അപ്പത്തെ അവസ്ഥ, കാരണം ഡിമോണാൻസിൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. എടാ, നിനക്ക് എന്താ ഇപ്പൊ തോന്നുന്നത്? വാട്ട് ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളിവിടെ വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഈ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചത് വല്ല നടക്കുമോ? പ്രൊമോഷൻ ഒക്കെ നടക്കുന്നുണ്ടോ? നമുക്ക് ഒരേപോലെ ഒരേപോലെ വളയാ? അയ്യ എടാ, ഇത് വേറെയാണ്. ദിസ് ഈസ് വെരി ഡിഫറെന്റ്. ഇത് ഒരേപോലെ ഇരിക്കുന്നു ഗൈസ്, കണ്ടോ? ഒരേപോലെ ഒന്നല്ല, ഇത് ബോയ്സിന്റെ വള, അത് ഗേൾസിന്റെ വള. ഗോപികയുടെ വളയൊക്കെ ഇട്ട് നടക്കാണ്. എങ്ങനെയുണ്ട് മാരിഡ് ലൈഫ്? മാരിഡ് ലൈഫ് അടിപൊളിയാട്ടോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. പറയുന്നതൊന്നും മുഖത്ത് വേറെ ഞാൻ എപ്പോഴും ജിപിനെ കാണുമ്പോ ഫസ്റ്റ് ചോദിക്കണേടാ നീ ഒന്ന് കല്യാണം കഴിക്കുക, എപ്പോഴും ഞാൻ പറയാം നീ ഒന്ന് കല്യാണം കഴിക്കുക. അവസാനം നീ കല്യാണം കഴിച്ചപ്പോ എനിക്ക് ഹാപ്പി. എടാ, ഇന്ന് ശരിക്കും ഗോപിയെ കൊണ്ടുവരായിരുന്നു. ഇന്ന് വീണ്ടും നീ ആ ചളി ഗോപികയും കൊണ്ട് ഇവിടെ വീട്ടിൽ പോയപ്പോഴേ പേളി മാനി ഇങ്ങനെയൊക്കെ ഞാനൊരു നല്ലൊരു എന്നിട്ട് പറയൂ ഞാൻ എന്തൊക്കെയാ ഞാൻ ചെയ്തെന്ന് പറയാം. എന്താ സംഭവം എന്നറിയോ, ഇവളുടെ ഗോപിക ഒരു ഭയങ്കര കട്ട പേളി ഫാനാണ്. EP ഫാൻ ആയിരുന്നു, പേളി ഫാനാണ്. അപ്പൊ ഞാൻ ഗോപികയുടെയും ഫാനാണ്. അപ്പൊ ഞാന് പേളിയെ വിളിച്ച് പറഞ്ഞു, എടാ ഇവള് നമ്മുടെ ഫാനാണ്, ഭയങ്കര ഡിഫോർഡ് ആൻഡ് സർഡൻ കട്ട ഫാനായിരുന്നു, എൻ്റെ ഫാനായിരുന്നു. ഇപ്പൊ എൻ്റെ കാര്യത്തോട് തീരുമാനമായി, ഇപ്പൊ നിന്റെ ഫാനാണ്, നിന്നെ കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഗോപിക പറയേണ്ടത്. അപ്പൊ ഇവള് എൻ്റെ അടുത്ത് ആദ്യം പറയണേ, എടാ നീയേ പറയണേ, അവളെ കൊണ്ട് വരുന്നതിന് മുമ്പ് നേരത്തെ പറയണേ, അല്ലെങ്കിൽ അവളുടെ മനസ്സിലുള്ള ആ വിഗ്രഹം ഉടഞ്ഞു പോകുന്നു. എന്നിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞപ്പോ എന്തായിരുന്നു എലഗൻസ്. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? അപ്പം ജിപി വെജിറ്റേറിയൻ ആണ്. ഈ അലമ്പിന്റെ ഇടയിൽ അവളെ കൊണ്ടുവരായിരുന്നു. ഈ എപ്പിസോഡ് അവള് മഷ്റൂമിന്റെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊന്നും പറ. അവള് ചില്ലി മഷ്റൂം ഫ്രൈഡ് റൈസ്, പിന്നെ പനീർ ബട്ടർ മസാല. നീയല്ലോ ഉണ്ടാക്കിയത്, ഷെഫല്ല ഉണ്ടാക്കിയത്? ഷെഫല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ അവരുണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതെല്ലാം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഇന്ന് ഞാൻ ചായ. എടാ ഇത് പറ നീ, ഗോപികയുടെ ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് പറയാൻ എന്നെ കുറിച്ച്. ഗോപിക്ക് ഇപ്പോഴും നിന്നെ കുറിച്ച് യഥാർത്ഥ ഇംപ്രഷൻ കിട്ടിയിട്ടില്ല, അവൾ ഇപ്പോഴും ഫാനാണ്. അതാണ് റിയൽ ഗോപിക. അതല്ല എന്റെ സങ്കടം, അത് നമുക്ക് കിട്ടും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. വെരി വെരി സ്വീറ്റ് ഗേൾ. അന്ന് ഇവര് രണ്ടുപേരും കയറി വരുമ്പോ രണ്ടുപേരും ഒരേപോലെ ഗോപിക വന്നതിന് ശേഷം how is life BC and before Gopika and after Gopika? ഞാൻ നിനക്ക് കുറെ ഉപദേശങ്ങൾ തരാം. വേണ്ട, അല്ല ഞാൻ തരാം, എന്തിനാ? നീ കേക്ക്. എടാ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പുറത്തു പോയി, അപ്പൊ നമ്മുടെ ബാക്ക് പാക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കും. തിരിച്ച് വീട്ടിൽ വന്ന് അത് കട്ടിൽ വെക്കാൻ പാടില്ല. ഇത് നിനക്ക് അറിയില്ലായിരുന്നു? വെരി സോറി, ഞാൻ പറയാൻ മറന്നു പോയി. നനഞ്ഞ ടവൽ എവിടെ ഇടും? എന്നെ നോക്കി പറ. നനഞ്ഞ ടവൽ എവിടെ ഇടാ? നനഞ്ഞ ടവല് നമ്മളിങ്ങനെ എവിടെ? ബാത്റൂമിലിടും. ഓപ്ഷൻ 1 ബാത്റൂമിൽ തന്നെ വിരിച്ചിടും. ഓപ്ഷൻ 2 ബെഡിലിടും. ഓപ്ഷൻ 3 പുറത്ത് അയലിടും. അല്ല ഞാനിപ്പോ എങ്ങനെയാ ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്താൻ അറിയാം? കുളിക്കാറില്ല. ഇത് പിടിക്കും. ഈ സാധനം ഞാൻ ചവിട്ടുന്നുണ്ട്, അത് ടേബിൾ മാറ്റർ. ഇത് കേക്ക്, എന്റെ ഡ്രസ്സിന്റെ സ്പോൺസർ ഇത് കാണും. അവർക്ക് അപ്പൊ അതെന്താ കുഴപ്പം? അപ്പൊ കൂടുതൽ വിസിബിലിറ്റി അല്ലേ? ടവലെന്നല്ല, എന്ത് സാധനവും നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണമെന്ന് നോക്കണം. അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും, നമ്മൾ ഇങ്ങോട്ട് നീക്കണം, അപ്പൊ വേറെ എക്സ്പ്രഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. നമ്മള് ഇത് ബൈഹാർട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ എന്തൊക്കെ പഠിച്ചു? പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ബാഗ് പോലെ തന്നെയാണ് നമ്മളും. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാതെ നമ്മൾ കിടക്കാൻ കയറാൻ പാടില്ല. ചെരുപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ 3-4 ചെരുപ്പുണ്ട്. ഒന്ന് വീടിനകത്ത്, ഒന്ന് വീടിന് പുറത്ത്, ബാത്റൂമിലേക്ക് ഒരു ചെരുപ്പ്. കറക്റ്റ്. പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ വീടിനകത്തുള്ള ചെരുപ്പിട്ട് പുറത്തു പോകും, വീടിന്റെ പുറത്തുള്ള ചെരുപ്പിട്ട് അകത്ത് വരും. അതിപ്പോ ജമ്പിൾഡ് ആയിക്കൊണ്ടിരിക്കും. അതൊന്നും സെറ്റ് ആക്കാണ്ട് 4 വർഷം ആയിക്കോട്ടെ, ശരിയായിക്കോട്ടെ. ശ്രീനി നീ ഇപ്പഴും ചെരുപ്പിട്ടാൻ പഠിച്ചില്ലേ? പിന്നെ ആരാ ഫസ്റ്റ് എഴുന്നേക്കുക? രാവിലെ ഫസ്റ്റ് എഴുന്നേക്കുന്ന ആരാ? അല്ല അങ്ങനെ പ്രശ്നമില്ല, അത് ഞാൻ തന്നെയാണ്. അപ്പൊ ആരാ ബെഡ് കോഫി? ഞാൻ കോഫി കുടിക്കില്ലല്ലോ, ചായ കുടിക്കല്ലോ. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അപ്പൊ നന്നായി. ഇനി 5 വർഷം ആക്കിക്കോട്ടെ. നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ലൈഫ് ഈസ് ഗുഡ്, ലൈഫ് ഈസ് ഫൺ. നമ്മളിങ്ങനെ യാത്രകൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി പെട്ടി പാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയുന്നുള്ള രീതിയിലാണ് അവസ്ഥ. എല്ലാ ദിവസവും ഓരോ യാത്രകളും പരിപാടികളും, എവിടെ നിൽക്കുന്നില്ലല്ലോ നമ്മള്. എന്തായാലും നമ്മൾ കുറെ ഡീപ്പ് ഡാൻസിന്റെ കാര്യം പറഞ്ഞോണ്ടേ എനിക്ക് ഒരാളുടെ കാര്യം കാണിക്കാനുണ്ട്. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അയച്ചിരിക്കുന്ന ആൾ ആരാന്ന് ഞാൻ പറയില്ല, എന്തായാലും വീഡിയോ കാണുമല്ലോ. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് നോക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ നട തുറന്ന് കിടന്നു എന്നുള്ള പാട്ടാ. ഞാനാവും വിധം പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റില്ല, പാടരുതെന്ന്. പാടി എനിക്ക് ഇത്രയും നല്ലൊരു കണ്ടന്റ് തന്നു. പിന്നെ പേളിയുടെ ദേശാടന കിളികൾ കരയാറില്ല എന്നുള്ള ആ പ്രൊഫൈൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതെടുത്ത് വെച്ച് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മുടെ D2ന്റെ ഫിനാലെ, അതൊരു സൂപ്പർ ഫിനാലെ. ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ആണ് അത്. പിന്നെ പേളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ D3 D4 ഡാൻസ് ആയിരുന്നു. എന്തായാലും ഭയങ്കര കുറെ നല്ല മെമ്മറീസ് അല്ലേ. ഇപ്പോഴും നമ്മൾ D4 ഡാൻസിന്റെ കണ്ടന്റ് ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത കണ്ടന്റിനെ ഫോളോ ചെയ്താണ് ഇപ്പോഴും അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് അതിനൊരു ചേഞ്ച് ആയിട്ട് എനിക്കിപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അത്രയും ഡിഫറെന്റ് ആയിട്ടൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ കാണുമ്പം നമ്മുടെ ടീം തിരിച്ചു വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തെങ്കിലും തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടാവട്ടെ അല്ലേ? വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. ഇതിപ്പോ ഞങ്ങളുടെ ഇതാണ് യമുന യാമി. ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ആ ടെൻഷൻ അടിച്ചുകൊണ്ട് കേടോ ഇവളെന്താണ് ഇത്ര കൂളായി നടക്കുന്നതെന്ന് ചോദിച്ച വ്യക്തിയാണ് ഇത്. ബട്ട് വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. അല്ല, നട തുറന്നു കടന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഇത്രയും വലിയൊരു സംഭവമായി മാറും എന്നുള്ളത്. നട തുറന്നു കടന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സീക്രട്ട് ബ്രേക്ക് ചെയ്യാം. ഞങ്ങൾ ഒരു ദിവസം 4 എപ്പിസോഡാണ് D4 ഡാൻസ് ഷൂട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം മാസത്തിൽ ഷൂട്ട് വരാം. പിന്നെ അടുത്ത മാസം 4 ദിവസം വരും. ഇതിൻ്റെ ഇടയിലാണ് പിള്ളേർ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഡാൻസൊക്കെ പഠിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ സൺഡേ എപ്പിസോഡിൽ ഇവർ ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി പറയും അടുത്ത എപ്പിസോഡിൽ GPയും പേളിയും പാട്ട് പാടണം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരാഴ്ച ഉണ്ട്. ഏത് ഈ 3-ാമത്തെ എപ്പിസോഡാണ്. പിന്നത്തെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുകയാണ്. കാണുന്ന ഓഡിയൻസിന് ഒരു 1 വീക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഒന്നാം രാഗം പാട്ടും കൊണ്ട് വന്നത് മാഡമാണ്. മാഡം പറഞ്ഞു എടാ അവളുടെ ചില സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാം, നമുക്ക് ഒരു ബേസിക് മിനിമം സെൻസ് ഉണ്ടെങ്കിലും ചില ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് നട തുറന്നു തേങ്ങാക്കൊല ഇതൊക്കെ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ബുദ്ധിമാനേ അല്ല. കാരണം നമുക്ക് എന്ത് കോമൺ സെൻസ് ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരുമ്പോൾ വളരെ അപൂർവമായിട്ട് ആൾക്കാർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളൂ. അതിലത്തെ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്, പച്ച ഡ്രസ്സും മറ്റേ ശിങ്കാരി മേളം മറ്റേ സാധനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് അന്ന് വന്ന് കൺവിൻസ് ചെയ്യുന്നത് വെച്ചാൽ എടാ, അപ്പം എൻ്റെ പേടി തരുന്നു, എടാ പ്രാക്ടീസ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്തു. അല്ല, ഇത് കേക്ക്, പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ ഫീലാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. 30 മിനിറ്റ് നമ്മൾ പാടണം. അപ്പൊ ഇവള് പറഞ്ഞു എടാ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പാടുന്ന ഒരു പാട്ടാകുമ്പോ സിമ്പിൾ പാട്ട് പാടൂല. അതെ, ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തതല്ലേ. അങ്ങനെയാണ് ഇവള് ഷൂട്ട് നടക്കുന്നത് ഒരേ ദിവസം 3-4 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഡ്രസ് മാറി വന്ന് പാടും. പക്ഷെ ഫീൽ എന്താണ് അടുത്ത ആഴ്ച എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല, ഞാൻ ലിറിക്സ് പഠിച്ചു. പക്ഷെ ഓൾറെഡി ഈ 3 ദിവസം ഷൂട്ടിന്റെ ഒരു പ്രശ്നം വേറെ എന്താന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടയൊക്കെ ശരിയാവൂല. രാവിലെ തൊട്ട് വൈകുന്നേരം എടാ ആ പാട്ട് പാടുക തന്നെ ഡിഫിക്കൽട്ടാണ്. ഞാൻ 2 വരി പാടി കഴിഞ്ഞപ്പോ തന്നെ എന്റെ അവസ്ഥ. എന്നിട്ടാണ് നമ്മൾ ആ സ്റ്റേജിൽ കയറുന്നത്. പക്ഷെ ഇവളുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ബുദ്ധി കൂടിയതുകൊണ്ടായിരിക്കും, തെറ്റിയാലും ഇവൾക്ക് മനസ്സിലാവൂല.
അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്. ഇല്ല, ഞാൻ വിചാരിച്ചു ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അവർ കളയുന്നു. ഇത്രയും വൃത്തിയായിട്ടായിട്ട് പാടി നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ റീടേക്ക് ചോദിച്ചില്ലേ? നീ ആ എപ്പിസോഡ് കണ്ടറിയാം, നീ ഫുള്ള് ചിരിച്ചിട്ടും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. പക്ഷെ നീയാണ് ഏറ്റവും ബോറായിട്ട് പാടിയത്. എല്ലാരും കൈയടിച്ച് കണ്ട. അപ്പൊ ആർക്കാ ബുദ്ധി ഇല്ലാത്തത്? സ്വയം മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് എടുക്കാണ്. എന്നിട്ടും എന്റെ ആകെ പോയതേ നിന്റെ നീലരജനികൾ നിദ്രയോട് നിറയവേ നിനക്ക് ഇപ്പൊ നീ മെച്ചപ്പെട്ടുണ്ടല്ലോ. ഉള്ളിലുള്ള കോവിലുള്ളിൽ നട തുറന്നു കിടന്നു. നീ ആദ്യം തുടങ്ങി. അല്ല, നിന്റെ നീല വെച്ച് തുടങ്ങി. നമുക്ക് മറ്റേ കവറൊക്കെ പാടുന്ന അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി അന്ന് ഞങ്ങള് TRPക്ക് വേണ്ടി മനഃപൂർവ്വം ആ മറ്റേ വെള്ളി ഇട്ടതാണ്. ശരിക്കും ഇപ്പൊ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോ തന്നെ എനിക്ക് പേടിയാ, അത്രയും വെള്ളിയാണ് അന്ന് വീണത്. അപ്പൊ ഇനി ആ പേടി മാറ്റാനായിട്ട് റിയൽ പാട്ട് വിത്ത് എഫക്റ്റ് വിത്തൗട്ട് ഓട്ടോ ട്യൂൺ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവാണ്. വേണ്ടടാ, ഇനി എത്ര വർഷമായി നമ്മളിത് കേൾക്കുന്നു. ഇന്നത്തോടെ ആ ഒരു ചിതപ്പേരിന് ഒരു മുടിവ്. ഓക്കെ, ഇനി ഈ ചാൻസ് കിട്ടില്ല. ഇനി കിട്ടുമോ? നീ എന്ത് ധ്യാനിക്കുന്ന? ഗൈസ് ഒന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ ഓവർ ആക്കണം. ഇപ്പൊ യമുന ചേച്ചി ചെവിയിൽ ഉണ്ടായിരുന്ന നല്ല തെറി രണ്ടുപേർക്കും കിട്ടിയാലേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും താരര താരര ദേവനുമനുരാഗിയം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി കാലം മാറി. ഒന്നാം രാഗം പാടി. ഇല്ലല്ലോ, ഇനി ഹൈ അവിടെ എത്തണ്ടേ. ഒന്നാം നേരത്തെ പണിയുന്നേ. എന്റെ ഫ്ലോ പോയി. ഇതൊക്കെ കട്ട് ചെയ്ത് കളയായിരിക്കുമല്ലേ? എന്റെ എഡിറ്റേഴ്സ് അല്ലേ എന്നെ പോലെ തന്നെ. കട്ട് ചെയ്ത് കളയാൻ പറയുന്നത് അത് മാത്രമേ അവര് വെക്കുള്ളൂ. നമുക്കേ ആക്ച്വലി ഇതിനെ കുറച്ച് യോയോ ആക്കാടാ. 2024 ആയുള്ള നീ ഇതാണ് തേങ്ങാക്കൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ സെന്റൻസ്, അതേ വാചകം. അതാണ് മൂഡ്. ഓക്കെ, തേങ്ങാക്കൊല മാങ്ങത്തിലുള്ള അതേ ബൾബുകൾ നോക്കൂ. ആ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന അതേ ബൾബ്. റാംജിറാവിൽ ഇയാള് സൈൻ ചെയ്യാൻ പോകുമ്പോ കേൾക്കുന്ന അതേ പാട്ട് ഞാൻ കേൾക്കുന്നത്. അവനവൻ കുഴിക്കുന്ന ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ നിന്നവൻ നീ വടക്കും നാഥന്റെ മുന്ന് പാടുവതും രാഗമേ തേടുവതും രാഗമേ ദേവനും അനുരാഗിയ അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീതികൾ ഇടറിവിന്റെ പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ തിരുവേദികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീതികൾ ഇടറിവിന്റെ പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ത്രിവേദികൾ തൊഴുതു. അന്ന് കണ്ണ നീ ആരോ ഇന്ന് എല്ലാം ഗോപിക 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 ഒന്നും അതിനകത്തില്ല. എടാ, ഞാനിപ്പോ മനസ്സിലാക്കിയത് എന്താ അറിയോ, 2014 ഈ പരിപാടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തമിഴ് സിനിമ കഴിഞ്ഞു, തെലുങ്ക് പടം ചെയ്തു, 10 വയസ്സ് കൂടി. ഒരു കാര്യമുണ്ട് പിന്നെ 2014 പിന്നെ നിനക്ക് പിന്നെ 5 വയസ്സ് കുറയാണല്ലോ ചെയ്ത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്. പക്ഷെ ലുക്കിൽ കുറഞ്ഞില്ലേ? ഉണ്ടേണു ഇതൊക്കെ നിന്റെ വിചാരം. എടാ, ഇച്ചിരി വയറൊക്കെ വെച്ചതേ ഉള്ളൂ, ബാക്കി എല്ലാം കറക്റ്റ് അതേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മുടി അതുപോലെ ഉണ്ട്. പിന്നെ ആ മണ്ടത്തരൂ വേറെ ബാക്കിയൊക്കെ. ഈ എപ്പിസോഡ് ഒരു എപ്പിസോഡിൽ തീരൂല. എപ്പിസോഡ് 1 എപ്പിസോഡ് 2 പോകുന്നു എനിക്ക് തോന്നുന്നു. 2 എപ്പിസോഡിൽ മനോരാജ്യത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം വേണ്ടേ, നിനക്ക് പേടി പ്രൊഡക്ഷൻ എന്റെ മുടിയുടെ ഇടയിൽ കൂടെ കാറ്റ് വരത്തില്ലടാ. എനിക്ക് കൈ തണുത്തിട്ട് നോക്കാക്കൂ. എങ്കിൽ നീ ഇത് ഷോൾ പിടിച്ചിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് അതല്ല. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പണ്ട് ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുഞ്ഞു വാവയെ പോലെ അയ്യോ വെള്ളക്കടാവ് വന്നേക്കണ. പിന്നെ അവള് 16 കഴിഞ്ഞ് 15 AC വെച്ചിട്ട് എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാടാ. ഞാൻ എല്ലാം തരണം. കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പറ്റുമോ നിനക്ക്?
അത് ആലോചിക്ക നീ, ഞാൻ അത്രയും ചെയ്തിട്ട് ഒന്നാം രാഗം തന്നെ പാടിയത് എങ്ങനെയാന്ന് അറിഞ്ഞു. പ്രസവം കൂടെ നീ ചെയ്തോളൂ. ഞാൻ 2 പ്രസവം കഴിഞ്ഞു. ഇറ്റ്സ് നോട്ട് ഈസി ബ്രോ. പക്ഷെ എല്ലാ വെമ്പളരും പ്രസവിക്കുന്നില്ലേ എന്നും പറഞ്ഞ എവറിബഡി ഈസ് ഗോയിങ് ത്രൂ സെയിം പെയിൻ. അതുകൊണ്ട് അല്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഐ ഡോണ്ട് നോ. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അപ്പൊ ഇത്ര നേരം എന്തായിരുന്നു? ബൈ ദ വേ, വിനോദേട്ടൻ ഇവിടെ ഉണ്ട്. വിനോദേട്ടൻ ഞാൻ വന്നപ്പോ തന്നെ കണ്ടു. അപ്പൊ തന്നെ അയ്യോ ഞങ്ങളുടെ മെയിൻ എന്നുവെച്ചാ നേരത്തെ യമുനയുടെ മറ്റേ വീഡിയോ കണ്ടപ്പോ ഞാൻ അമ്മേ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ യമുന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് യമുന ഇല്ല, അപ്പൊ ഇന്ന് ഫ്ലോർ ഫ്രീയാ എന്ന് വിചാരിക്കുമ്പോ യമുന വേറൊരാളെ ഏൽപ്പിക്കും. അതാണ് വിനോദേട്ടൻ. അപ്പൊ ഞങ്ങൾ അമ്മോ എന്ന് പറയുന്ന പോലെ. വിനോദേട്ടൻ അത്ര സ്ട്രിക്റ്റ് അല്ല. അത്ര സ്ട്രിക്റ്റ് ഒന്നല്ല. പക്ഷേ തേങ്ങാക്കൊല ഷൂട്ട് ചെയ്താല് ഞാനത് മറക്കൂല. വിനോദേട്ടൻ ഒന്ന് എപ്പിസോഡിൽ കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക്? അയ്യോന്നോ? അല്ല, പുറത്തിറങ്ങി നടക്കണമല്ലോ. അത് ശരിയാ, നമ്മളെ പോലെയല്ല. ഈ വിനോദേട്ടനാണ് ഞങ്ങള് തേങ്ങാക്കൊല മാങ്ങാത്തുലിയുടെ ഡയറക്ടർ. മാത്രല്ല ടാർസനും എന്റെ റോറും. വീണ്ടും ഇത് എന്റെ കയ്യിൽ. അതല്ല, ശ്രീനി പോലും ഇങ്ങനെ പിടിച്ചു നിന്നിട്ടില്ല, അറിയോ? അതാണ് ശ്രീനിക്കൊന്നും അങ്ങനെ വെള്ളം പിടിച്ചേക്കാൻ പറ്റുന്ന. ഇടയ്ക്കൊന്ന് മനോരാജ്യത്തെ കുറിച്ച് പറ. നീ അതിനല്ല വന്നത്. പിന്നെ അല്ലാതെ ഞാൻ എന്റെ ഫിലിം ക്രൂ എന്നെ ചീത്ത ഇടയ്ക്ക് നമ്മൾ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചോ. 30 സെക്കൻഡ് പരസ്യം പോകുന്ന ഇത് കട്ടി കളയരുത് കേട്ടോ. അപ്പൊ എന്റെ സിനിമ ഒരു മിനിറ്റ് നീ പറയേ, ഞാൻ മുടി കെട്ടുക. ഈ എന്റെ സിനിമ മനോരാജ്യം ഈ വരുന്ന ഓഗസ്റ്റ് 30 റിലീസാണ്. നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്, തെളിവാനും സോങ്. നീ പാട്ട് കണ്ടിരുന്നോ? നീ എന്ത് കാണിക്കുന്നത്? ചൂടെടുക്കില്ല. ഭംഗിയില്ല. വേദന സഹിച്ചുകൊണ്ടാണ് ഈ ഭംഗി. ഇതിലെന്താ വേദനയുള്ള മുടി ഇങ്ങനെ ചൂടേ. ഈ വെൽവെറ്റ് ആ ഈ ഡ്രസ്. അപ്പൊ എങ്ങനെ കിട്ടും അറിയില്ല. നീ പറ. മനോരോഗോ? പടത്തിന്റെ പ്രമോഷൻ ആദ്യം ഇറങ്ങുന്ന എപ്പിസോഡാ. ഒരു തീരുമാനമായി. മനോരാജ്യം. എന്റെ ക്യാരക്ടർ പേര് മനു എന്നാണ്. നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മനോരാജ്യം. നമ്മുടെ സ്വന്തം GP അഭിനയിക്കുന്ന മനോരാജ്യം. മെൽബണിൽ വരെ എത്തിയിരിക്കുന്ന മനോരാജ്യം. നീ അടുത്ത 30 സെക്കൻഡ് ആവുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. നീ എന്താ ഗെയിം? ഇതെന്താ എന്റെ ക്ലിപ്പാടാ. അതെപ്പോഴും എന്റെ കൈ തന്നെ? എനിക്കറിയില്ല, നിനക്കിതാണ് പ്രശ്നം. നീ പോലും അറിയുന്നില്ല നീ എന്താ ചെയ്യണെന്ന്. അതുകൊണ്ട് മനോരോഗി നിന്റെ വയന്ന് വന്നു. എടാ മനോരാജ്യത്തിലെ പാട്ട് ഇറങ്ങി ഒരു നല്ലൊരു ചെല്ലമേ. അതല്ല ആ പാട്ടിന്റെ നീ പാട്. മറന്നുപോയി. പിന്നെ അപ്പൊ ഞാൻ ഓർക്കണം എങ്ങനെയാ? തെളിവാനം തെളിവാനം. അങ്ങനല്ല. ഞാൻ പാട്ട് പഠിക്കാം. നീ പാട്. എന്താ തരാ നീ? അതിക്ക് ലിറിക്സ് അറിയില്ലടാ, പഠിച്ചില്ലടാ. കുഴപ്പമില്ല. രഞ്ജിത എന്ന് പറഞ്ഞ എന്റെ നായികയുടെ ലിറിക്സ് എഴുതിയതില് തേങ്ങാക്കൊല്ലിയുടെ ലിറിസിസ്റ്റിനോട് നീ ഈ തരര ആർക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ? അനുരാഗം ഹൃദിമോഹം അകതാരിൽ വിരിയാൻ. പാട്. ഒരുങ്ങിട്ട് ഈ സിനിമയുടെ കാര്യത്തിലൊരു തീരുമാനമായി. വിനീത് ശ്രീനിവാസൻ പാടിയ മനോഹരമായിട്ടുള്ള തരറാറയല്ല തെളിവാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല സോങ് ഉണ്ട്. തെളിവാനം നിറദീപം തെളിയും. ഈ സിനിമ എന്തിനെ കുറിച്ചാണ്? ഈ സിനിമ മനു എന്ന കഥാപാത്രത്തെ കുറിച്ചാണ്. മനുവിന്റെ രാജ്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും മനു ഞാനാണ്. മനു കേരളീയൻ. അയ്യോ, യു ആർ ദ ഹീറോ. യു ആർ ദ ഹീറോ. പിന്നെ നീ എന്താ വിചാരിച്ചു? ഒരു മിനിറ്റ്, ഇവനാണ് ഹീറോ. അപ്പൊ മറ്റേ പോസ്റ്റർ ചെയ്തായിരുന്നു. ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു പോസ്റ്റർ ഷെയർ ചെയ്തില്ലേ? ഒരു മിനിറ്റ്. ഓ, നീ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? പറ്റൂല അല്ലേ? സാറില്ല. എടാ ഒരു മിനിറ്റ്. ഞാൻ വിചാരിച്ചേ ആ സിനിമയാണ് ഇതെന്ന്. പക്ഷെ മനസ്സിലായി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ സ്റ്റോറി ഇട്ടപ്പം അതിൽ ടാഗ് ചെയ്ത എല്ലാവരും എനിക്ക് താങ്ക് യു പറഞ്ഞു, നീ ഒഴികെ. അതിന്റെ റിവെഞ്ചാ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ,
ഞാൻ എന്തിനാ നിന്നോട് താങ്ക് യു പറയുന്നത്? ഞാൻ നിന്റെ സ്റ്റോറിയല്ലിട്ടെ. അപ്പൊ നീ അത് നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? നീ താങ്ക് യു പറഞ്ഞില്ലല്ലോ. താങ്ക് യു എന്തിനാണ് ഞാൻ പറയുന്നത്? ഇപ്പൊ അനുഭവിച്ചോ? അല്ല, അങ്ങനല്ല. എന്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ നീ സ്റ്റോറി ഇടാന്നുള്ളത് നീ ഹീറോ ആയി. അപ്പൊ ഹീറോയിൻ ആരാ? അതല്ലേ ഞാൻ ഇത്രയും പറഞ്ഞത്. രഞ്ജിത മേനോൻ, ആ കുട്ടിയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്നെ എന്തുകൊണ്ട് നീ സജസ്റ്റ് ചെയ്തില്ല? ഇത് കുറച്ച് നല്ല സിനിമ. ഞാൻ ചുമ്മാ അറിയാം. ആക്ച്വലി ശരിക്കും ഈ സിനിമ ഞാൻ സത്യമായിട്ട് ഐ ഡോണ്ട് നോ യു ആർ ദ ഹീറോ. അപ്പൊ നീ ബിൽഡപ്പ് ആദ്യം ഇൻട്രോ കൊടുക്കണോ? ആ പോസ്റ്റർ കണ്ട ശരിക്കും പറഞ്ഞാ നീ ഒരു എന്റെ വിശാല മനസ്കഥ. അപ്പൊ ഈ മനുയുടെ കഥ പറയൂ. മനു, എന്റെ കണ്ണൊക്കെ നിറയുന്നു. ഐ എം സോ സോറി. നിന്റെ കണ്ണല്ല പറയുന്നത്, എന്റെ ഹൃദയം പറയുന്നത്. പ്രമോഷൻ തുടങ്ങുക പറ്റിയ എപ്പിസോഡ്. ഗൈസ് എല്ലാരും മനോരാജ്യം പോയി കാണണം. മനോരാജ്യം അങ്ങനെയല്ലേ? അല്ല, മനോരാജ്യമാണ്, പക്ഷെ മനുവിന്റെ കഥയാണ്. മനു കേരളീയനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മനു കേരളീയൻ എന്ന് പറയുന്നത് എന്റെ കഥ. കുറെ ആൾക്കാരുണ്ട് അവിടെ, കുറെ നേഷൻസ് ആൾക്കാരുണ്ട് അല്ലേ അതിൽ? അല്ല, ഇത് പടം ഓസ്ട്രേലിയയിലാണ് ഷൂട്ട് ചെയ്തത്. ആണോ? നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? അറിഞ്ഞു. നിനക്കൊരു കങ്കാരുടെ ഒരു ചവിട്ട് കിട്ടിയില്ലേ ഓസ്ട്രേലിയയില്? നിനക്ക് എന്റെ അടുത്ത് ഒരു ചവിട്ട് കിട്ടി. ഒരു ഹോംവർക്കും ചെയ്യാതെ ഒരു ഷോയും ചെയ്തിട്ട് പ്രമോഷനാണ് പ്രമോഷൻ. ഇത് എന്ത് പേളി മനുഷ്യടാ. നീ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നത്. അതാണ് പ്രശ്നം. നിനക്ക് എന്റെ ഇപ്പോഴും നല്ല രസമുണ്ട്. നീ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും ഇതോട്ടെ കട്ട് ചെയ്താ ഞാൻ കോർട്ടിൽ കേസ് കൊടുക്കും. ഇത് ഒരു രീതിയിലും കട്ട് ചെയ്യാൻ പാടൂല. എടാ, നീ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ഇതാണ് നിന്റെ പ്രിപ്പറേഷൻ. ഇപ്പോഴും നീ ഇപ്പോഴും ഡീഫോ ഡാൻസിന് കയറുന്ന പോലെയാണ് കയറുന്നത്. ഞാൻ പിന്നെ സിനിമ കണ്ടിട്ട് കയറണോ? സിനിമയെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് അറിയാൻ പറ്റും. മനോരാജ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വന്നതല്ലേ? അത്ര എനിക്കറിയാം. എന്താണ് ഇത്? ഓക്കെ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം കാര്യം. ഇത് മനോരാജ് എന്ന് പറഞ്ഞൊരു സിനിമ. സത്യത്തിൽ പറഞ്ഞ എല്ലാവർക്കും കേൾക്കാം. അത് ഓണാണല്ലോ. ഇത് മനോരാജ്യം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മനോരാജ്യം എന്നുള്ള സിനിമയിൽ ഗോവിന്ദ് പത്മസൂരി നായകനായിട്ട് അഭിനയിക്കുന്നു. രഞ്ജിത മേനോൻ നായികയായിട്ട് അഭിനയിക്കുന്നു. റഷീദ് പാറക്കലാണ് ഇതിന്റെ സംവിധായകൻ. അനസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കുറച്ച് കാലത്തിന് ശേഷം നായകനായിട്ട് ഞാൻ മലയാളത്തിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ വേറൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ആദ്യമായിട്ട് മലയാള സിനിമാ ചരിത്രത്തിൽ ഫുള്ളി ഷോട്ട് ഇൻ മെൽബേൺ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കാരണം എന്താ വെച്ചാൽ പൊതുവേ ഇവിടെ വിസ കിട്ടാനൊക്കെ ഭയങ്കര വർക്കിംഗ് വിസ മെൽബേണിൽ ഞാൻ അപ്പോഴേ വിചാരിച്ചിരുന്നത് പണിയാവും അമ്പുവില്ലെന്ന്. വർക്കിംഗ് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മെൽബേണിൽ. പിന്നെ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഇത് ഫുൾ ഷൂട്ട് ചെയ്യാൻ? നീ അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഈ ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ആരെയും എടുക്കുന്നില്ല. അവിടേക്ക് ആൾക്കാരെ കയറ്റുന്നേ ഇല്ല. നീ എന്തിനാ അവിടെ പോയി വ്ളോഗ് ചെയ്യുന്നു? ചുമ്മാ നീ വ്ളോഗ് ചെയ്യണമെന്ന് വേണ്ട, വിസിറ്റ് വിസ മതി. അപ്പോഴേക്കും അവള് വ്ളോഗ് ഇവിടെ പടത്തിനെ കുറിച്ച് ഓക്കെ എന്തെങ്കിലും. അപ്പൊ ഇതാണ് സംഭവം. ഇത് പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മെൽബേൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ പടത്തിനാണ് എൻട്രി കിട്ടിയത്. അതിലെ നായകനാണ് ഞാൻ. ഇപ്പൊ പിടികിട്ടിയോ? വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പൊ ഇനിയും ധാരാളം സിനിമകൾ ഇങ്ങനെ നായകനായിട്ടൊക്കെ ചെയ്യാൻ പറ്റട്ടെ. സിനിമ അവര് കണ്ടോളൂ അല്ലെ? നിങ്ങൾ കാണണേ. മനോരാജ്യം എന്നാണ് റിലീസ് ആവുന്നത്? ഓഗസ്റ്റ് 30 അടുത്ത സെഗ്മെന്റിൽ നമ്മൾ ക്യാരക്ടറെ കുറിച്ച്. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് തീരുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു എപ്പിസോഡിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കണം, ഞങ്ങൾ അല്ലു അർജുനെ വിളിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺഡ്, മിസ് ചെയ്യരുത് പാർട്ട് 2. അപ്പൊ GP നമുക്ക് ഗെയിമിലേക്ക് പോകാം. 2 പശുക്കൾ ഒരുമിച്ച് വരികയായിരുന്നു. അപ്പൊ ദൂരേന്നൊരു ലോറി വരുന്നു. ഇല്ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇന്റൻസ് ക്വസ്റ്റ്യൻ. ഒരു പേളി മാനി ഷോയില് ഇത് പറയാൻ പാടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. മനു കേരളീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും നല്ല ഒരു ക്യാരക്ടറാണ്. ഇതാണ് ഒരു ബേസിക് ക്യാരക്ടർ. എപ്പിസോഡ് നമ്പർ 100. അയ്യോ, ഈ സാധനം ഇതായിരിക്കും നിന്റെ അടിപൊളി ഷോ ആണ്. ഇപ്പൊ പട്ടി ഷോ ആയി. ഇതാണ് എന്റെ അടുത്ത ഗെയിം. ഇപ്പൊ ഞാൻ പറയുന്ന ഒരാള് വിളിക്കണം. നിനക്ക് അല്ലു അർജുൻ ഒന്ന് വിളിക്കാൻ പറ്റും? പ്ലീസ് പ്ലീസ് പ്ലീസ്. സിനിമയെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കട്ട് ചെയ്തോളൂ. ഇതുകൊണ്ടാ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ വരരുത്. ആക്ടർ അല്ലു അർജുൻ എന്നുള്ളത് മിക്കവാറും വലിയ ഷൂട്ടിലായിരിക്കും. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.